ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്നിരുന്ന ഒരു ചോദ്യമായിരുന്നു, ഈ ഒരു മേഖലയിലേക്ക് കടക്കാൻ താല്പര്യമുണ്ട് പക്ഷേ എക്സ്പീരിയൻസ് ഇല്ല. പലരും ജോലിക്ക് വേണ്ടി എക്സ്പീരിയൻസ് ആവശ്യപ്പെടും. അപ്പോൾ അതിനെന്ത് ചെയ്യാം? അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ദിസ് ഈസ് ശ്രീജിത്ത് പ്രഭാകരൻ. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുവാനും ഈ മേഖലയിലെ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാനുമായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് ഇന്റർവ്യൂവിൽ നിങ്ങളോട് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ടൂളുകളിലൊക്കെ അത്യാവശ്യം പ്രാക്ടിക്കലി നോളേജ് ഉള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സെഷനിലേക്ക് അല്ലെ ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ആ ടൂളുകളിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ മറ്റ് ഷോർട്ട് കട്ട് ഇല്ല. എന്നാൽ അത് എങ്ങനെ ഒരു ഫീസിബിൾ ആയിട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കോഴ്സ് കഴിഞ്ഞു നിൽക്കുന്ന ഒരാളാണ്, ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ പോസിബിൾ വേ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല ആദ്യം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലേക്കാണോ പോകേണ്ടത്, അതോ ഗൂഗിൾ പെയ്ഡ് ആഡ്സ് ആണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ താല്പര്യം, അതോ SEO ആണോ? നിങ്ങളുടെ സർവീസ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആകുന്ന ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുക. ഹെൽത്ത് കെയർ ആവാം, അതായത് ഹോസ്പിറ്റൽസ് ആവാം, ബ്യൂട്ടി പാർലേഴ്സ് ആവാം, ജിം ആവാം, ഡാൻസ് ക്ലാസ്സസ് ആവാം, സ്കൂൾസ് ആവാം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആവാം, കോച്ചിങ് സെന്റേഴ്സ് ആവാം, അങ്ങനെ എന്തുമാവാം. നിങ്ങളുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ബൂമിംഗ് ഉള്ള, അത്യാവശ്യം കസ്റ്റമേഴ്സ് ഒക്കെ എൻക്വയറി വരുന്ന ഇൻഡസ്ട്രി മേഖല തിരഞ്ഞെടുക്കുക. ഇത് തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ, ഗൂഗിളിൽ പോയിട്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒരു 10 കിലോമീറ്റർ റേഡിയസിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എന്നാൽ പോപ്പുലർ അല്ലാത്ത കുറച്ച് കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അവർ ചിലപ്പം ഗൂഗിളിൽ സെർച്ച് എഞ്ചിനിൽ ആദ്യത്തെ ഒരു ടോപ്പ് പേജിൽ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ചെയ്യാത്ത കമ്പനി ആയിരിക്കും. സോഷ്യൽ മീഡിയ ജസ്റ്റ് ഒരു പേജ് മാത്രം ഉണ്ടാവാം, ആക്ടിവിറ്റീസ് ഒന്നും കാണത്തില്ല. അങ്ങനെ നോക്കി ഒരു 2-3 കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതാണ്. ഈ ഒരു നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസിന്റെ SEO ആയിക്കോട്ടെ, ഗൂഗിൾ പെയ്ഡ് ആഡ്സിന്റെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫ്രീ ഓഡിറ്റ് റിപ്പോർട്ട്സ് തയ്യാറാക്കാൻ പറ്റും തേർഡ് പാർട്ടി വെബ്സൈറ്റുകളുടെ സഹായത്തോടെ. നിങ്ങൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. അതിൽ അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ വെബ്സൈറ്റിലുള്ള മിസ്റ്റേക്കുകൾ അടയാളപ്പെടുത്തുക. സോഷ്യൽ മീഡിയയിൽ അവരുടെ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയൊക്കെ മുന്നേറുന്നു എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ മറ്റു ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുക. അങ്ങനെ എല്ലാ രീതിയിലും അവർക്ക് മാർക്കറ്റിങ്ങിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളും അവർ മിസ് ചെയ്യുന്ന മറ്റു മാർക്കറ്റിംഗ് ചാനലുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കുക. ഈ റിപ്പോർട്ടിൽ അവർ ഓൾറെഡി ക്യാമ്പയിൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വരുത്തുന്നത്, എങ്ങനെയൊക്കെ അവർ കോസ്റ്റ് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടോ, അത് SEO അവർ കാര്യമായി ശ്രദ്ധിക്കുന്നില്ലേ, അവർ കോമ്പറ്റീറ്റേഴ്സ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് ഇത് മെയിൽ ചെയ്യുക. അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് അവർക്ക് ഇത് പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ സ്വന്തം ബിസിനസ്സിനെ കുറിച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് അവർ കേൾക്കും. അപ്പോൾ അതൊരു വലിയ ഒരു ഏജൻസി ആണെങ്കിൽ ലക്ലി നിങ്ങൾക്ക് അവർ ജോബ് വരെ ഓഫർ ചെയ്തേക്കാം. അതല്ല എങ്കിൽ ഒരു ഫ്രീലാൻസർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ ആ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കുന്നു, അത് എങ്ങനെ അവരിലേക്ക് അവതരിപ്പിക്കുന്നു, ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഫ്രീലാൻസിങ് പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. അപ്പോൾ അത് ചെയ്തു അവർക്ക് വേണ്ടുന്ന ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ, ആ ഒരു കേസ് സ്റ്റഡി മാത്രം നിങ്ങളുടെ റെസ്യൂമിൽ ഉൾപ്പെടുത്തിയാൽ ഈസി ആയിട്ട് ഇവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ടുള്ള എക്സ്പീരിയൻസോടെ തന്നെ ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് ഫ്രീലാൻസിങ് കരിയറിലായിട്ട് തന്നെ മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓൾറെഡി അറിയാം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ നിങ്ങൾക്ക് മറ്റ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. ഞങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ സോഷ്യൽ മീഡിയ കോഴ്സസിനെ കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. പ്ലേസ്മെന്റിനെ കുറിച്ചും ഫ്രീ ഡെമോ ക്ലാസ്സിനെ കുറിച്ചും ഒക്കെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരെ ടേക്ക് കെയർ, സീ യു ലേറ്റർ.